ശ്രുതി ജെൻസൺ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അങ്ങനെ ശ്രുതിക്ക് ഇപ്പോൾ ഒരു സർക്കാർ ജോലി നൽകിയിരിക്കുകയാണ് അല്ലേ. അതുമായി സംബന്ധിച്ചിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രുതിക്ക് ആ ഒരു ജോലി കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് കുറേയധികം ആളുകൾ അവകാശപ്പെടുന്നത്. അതിന്റെ കാരണവും അവർ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഏതായാലും നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ശ്രുതിയെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചുരുക്കത്തിൽ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം. വയനാട്ടിലെ മുണ്ടക്കയിൽ ഒരു ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ആരും മറന്നിട്ടുണ്ടാകില്ല. അത്ര പെട്ടെന്ന് മറക്കാൻ ആർക്കും കഴിയത്തുമില്ല. അപ്പൊ ആ സമയത്ത് ഈ ശ്രുതിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കുടുംബത്തിലെ 9 പേരെങ്ങാണ്ട് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശ്രുതി ആ ഒരു സമയത്ത് ജോലിക്ക് പോയത് കാരണം ശ്രുതിക്ക് ആ ഒരു സമയത്ത് ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് ശ്രുതിക്ക് താങ്ങും തണലുമായിട്ട് ജെൻസൺ ഉണ്ടായിരുന്നു. ജെൻസൺ എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ കാമുകനാണ്. 10 വർഷത്തോളം കണ്ടായിട്ട് അവർ പ്രണയത്തിലായിരുന്നു. അവരുടെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിവാഹമൊക്കെ ഏകദേശം ഉറപ്പിച്ചൊരു അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് പിന്നീട് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അങ്ങനെ ഇരിക്കെ പിന്നീട് ശ്രുതിയുടെ ജീവിതത്തിലേക്ക് വന്നൊരു വ്യക്തിയായിരുന്നു ജെൻസൺ. അങ്ങനെ അവർ ഒരുമിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ ജെൻസൺ എന്ന് പറയുന്ന വ്യക്തി ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ശ്രുതിയും ജെൻസനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ആക്സിഡന്റ് ആവുകയാണ്. അങ്ങനെ ജെൻസൺ അവിടെ വെച്ച് മരണപ്പെട്ടു എന്നതാണ്. പിന്നീട് വീണ്ടും ശ്രുതി ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കെ ശ്രുതിക്കും ആ ഒരു സമയത്ത് കുറേയധികം പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീർത്തും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു ശ്രുതിയുടെ അവസ്ഥ. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ പിന്നീട് വീടും കാര്യങ്ങളൊക്കെ വെച്ച് നൽകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ശ്രുതിക്ക് ഒരു സർക്കാർ ജോലി നൽകി ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ജസ്റ്റ് അതിന്റെ പോസ്റ്ററും കാര്യങ്ങളും ഇവിടെ വെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ശ്രുതിക്ക് റവന്യൂ വകുപ്പിൽ എങ്ങാണ്ടായിട്ട് ഒരു ജോലി നൽകുന്നുണ്ട്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ശ്രുതിയും അതുമായി സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം, പിന്നീട് എന്താണ് പ്രശ്നങ്ങളെന്ന് ചർച്ച ചെയ്യാം. ജോലി കിട്ടിയതിൽ സന്തോഷമെന്ന മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ശ്രുതി ദുബായിൽ നിന്ന് 24 പറഞ്ഞു. റവന്യൂ വകുപ്പിൽ ജോലി ലഭിച്ച കാര്യം മന്ത്രി കെ രാജൻ നേരിട്ട് വിളിച്ചു പറഞ്ഞെന്നും ശ്രുതി പറയുന്നു. രാജൻ മിനിസ്റ്ററിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, റവന്യൂ വകുപ്പിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അറിയാം എല്ലാത്തിനും ഒന്നിനും പകരമാവില്ല എന്നറിയാം. പക്ഷേ ഇനിയൊരു ജോലി ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ശാരീരികമായിട്ട് എനിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളും കാലിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി തുടങ്ങി വരുന്നുണ്ട്. നടക്കുമ്പോൾ ഒരു നീരിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്തായാലും എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക്സ് ടു ദ സർക്കാർ. അപ്പൊ ഏതായാലും ഇവിടെ ശ്രുതി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. തനിക്ക് ഇങ്ങനെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രുതി തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും അതിന്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് കമന്റുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ട സമയത്ത് ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളൊരു അങ്കലാപ്പിലായിരുന്നു ഞാൻ. കാരണം മറ്റൊന്നുമല്ല, ആരുടെ ഭാഗം നിൽക്കും, എല്ലാവരും പറയുന്നതിൽ ശരിയുണ്ട്. ശ്രുതിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ അതിലും ശരിയുണ്ട്. ഈ പറയുന്ന കമന്റ് ഇടുന്നവന്മാരുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതിലും ശരിയുണ്ട്. ആരുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. ഏതായാലും നമുക്ക് കുറച്ച് കമന്റുകളൊന്ന് നോക്കാം. എന്നിട്ട് കുറച്ച് വലിയ വലിയ കമന്റ്സുകളാണ്. കാരണം ഓരോ ആളുകളും അവരുടെ വിഷമങ്ങളും കാര്യങ്ങളാണ് പറയുന്നത്. ഒരിക്കലും ഇത് നെഗറ്റീവായിട്ട് ആരും തന്നെ എടുക്കരുത്. ഇനിയിപ്പം ശ്രുതിയുടെ ഭാഗമാണെങ്കിലും ഈ പറയുന്ന കമന്റ് ഇടുന്നവരുടെ ഭാഗമാണെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് ആരും തന്നെ ഇത് കണക്കാക്കരുത്. കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് പറയുന്നത്. ഏതായാലും അതിൽ വന്നിട്ടുള്ള ഒന്നാമത്തെ ഒരു കമന്റ് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഇത്ര വേഗത്തിൽ നിയമനങ്ങൾ നടത്താനും സർക്കാരിന് അറിയാമായിരുന്നു. ഈ നിമിഷം ഓർമ്മ വരുന്നത് കുറച്ച് CPO ഉദ്യോഗാർത്ഥികളെയാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് 1 അല്ല 2 പരീക്ഷയും എഴുതി ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞ് അർഹത ഉണ്ടായിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയവരെ. ഈ പെൺകുട്ടിയെ സഹായിക്കാൻ ഒരുപാട് വഴികൾ വേറെ ഉണ്ടായിരുന്നു. ഒരു വീട് വെച്ചു കൊടുക്കാം, ഒരു ചെറിയ സ്ഥാപനം തുടങ്ങാൻ സഹായം കൊടുക്കാം. അല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചവരെയും പഠിച്ചുകൊണ്ട് ഇരിക്കുന്നവരെയും പൊട്ടന്മാരാക്കി സർക്കാർ നടക്കുന്ന ഈ പ്രവൃത്തി വളരെ മോശം തന്നെ. ഈ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ഒരു ആൺകുട്ടി ആയിരുന്നുവെങ്കിൽ സർക്കാർ ഇത്ര ഉത്തരവാദിത്തം കാണിക്കുമോ? അതായത് ഇവിടെ ഒരു CPO എന്തെന്ന് പറയുന്നുണ്ട്. PSC എന്നാണ് അവരുടെ ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുഴുവനായിട്ടും ഈ PSCയുമായി സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. അതായത് ഇവരിതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. കുറേയധികം ആളുകൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ PSC എന്ന് പറയുന്നത് 2 പരീക്ഷയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എഴുതിയെടുത്ത് പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ജോലിയിൽ കയറുന്ന കുറേയധികം ആളുകളുണ്ട്. അപ്പോൾ ഇവർ ഒന്നും ചെയ്യാതെയാണ് ഇവർക്ക് ജോലി കൊടുക്കുന്നത്. ഇവർക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്ത് നൽകാമായിരുന്നു എന്നാണ് ഇവരൊക്കെ അവകാശപ്പെടുന്നത്. അതായത് ഈ ശ്രുതിക്ക് ഒരു വീട് വെച്ച് നൽകാം, പിന്നെ ഒരു സ്ഥാപനം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാം. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. കാരണം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഊണും ഉറക്കവും ഒന്നും ഇല്ലാതെ PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു സർക്കാർ ജോലി മുന്നിൽ കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ പൊട്ടന്മാരാക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇവരുടെ ഭാഗം നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുകയാണ്. അതായത് കുറേയധികം ആളുകൾ ഇങ്ങനെ ഊണും ഇറക്കമൊന്നും ഇല്ലാതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സമൂഹത്തിൽ കുറേയധികം ആളുകളുണ്ട്. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ കുറേയധികം ആളുകളുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. അവൻ എന്താണ് ജോലി, അവനൊന്നും ആയിട്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ PSCക്ക് പഠിക്കുകയാണ്.
ആ രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന കുറേയധികം സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ഒരു കമന്റുകൾ ഇടുന്നത് കേട്ടോ. അതും കൂടെ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. പക്ഷേ ശ്രുതിയുടെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ജോലി അത്യാവശ്യമാണ്. അവർക്കിനി മുന്നോട്ട് എന്ത് എന്നുള്ള ഒരു ആശയം അവിടെ ഇല്ല. ചുറ്റിനും ആരും ഇല്ലാത്തൊരവസ്ഥയാണ്, സഹായിക്കാൻ ആരുമില്ല. പിന്നെ ഇവരൊക്കെ പറഞ്ഞ പോലെ ഒരു വീട് വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം, സാമ്പത്തികമായിട്ട് സഹായിക്കാം. പക്ഷെ അതൊക്കെ എത്ര കാലം എന്ന് വെച്ചിട്ടാണ്? ഒരു സർക്കാർ ജോലി ആകുമ്പോൾ അവർക്ക് പിന്നീട് ജീവിതകാലം മുഴുവൻ ആ ഒരു ജോലിയും വെച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം ചുറ്റിനും ആരുമില്ല. ശ്രുതിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്, അവിടെയും തെറ്റ് പറയാൻ പറ്റത്തില്ല. ഈ PSCയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ജസ്റ്റ് അടുത്തൊരു കമന്റ് കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഈ തീരുമാനം മോശം. കാരണം എത്രയോ കുട്ടികൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ടെസ്റ്റ് എഴുതുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്താതെ ഒരാൾക്ക് ജോലി കൊടുക്കുന്നത് ശരിയല്ല. ആ കുട്ടിക്ക് പഠിച്ച് എഴുതാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതായത് ഇവരിവിടെ അവകാശപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് അവർ വേണമെങ്കിൽ PSC എഴുതിയിട്ട് ഈ ജോലി നേടിയെടുത്തോട്ടെ. ആ രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ മുഴുവനായിട്ടും ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. PSCക്ക് വേണ്ടിയിട്ട് കുറേയധികം ആളുകൾ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ദുരന്തമൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഒറ്റപ്പെടുന്നവർക്കൊക്കെ ജോലി കൊടുക്കുന്നു. പിന്നെ നേരത്തെ മുൻപ് വായിച്ചൊരു കമന്റിൽ പറയുന്നുണ്ട്, ഇതിപ്പോൾ ആൺകുട്ടിക്കാണ് വന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ? അതൊക്കെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വയനാട്ടിൽ ദുരന്തം നടന്നല്ലോ, ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള കുറേയധികം ആളുകളുണ്ട്. ശ്രുതിയെ പോലെ തന്നെ കുറേയധികം ആളുകളുണ്ട്. അവർക്കൊക്കെ ജോലി നൽകിയിട്ടുണ്ടോ? ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇവരൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ശ്രുതി എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് തവണ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ന്യൂസിലും മറ്റുമൊക്കെ ചർച്ച ചെയ്ത വ്യക്തികൾക്ക് മാത്രമുള്ളോ ഇങ്ങനെ ജോലി? ആ രീതിയിലുള്ള കാര്യങ്ങളും കുറേയധികം ആളുകൾ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ജോലി അത്യാവശ്യമാണ്. ഞാനൊരു അഭിപ്രായക്കാരനാണ്. ശ്രുതിക്ക് ജോലി അത്യാവശ്യം തന്നെയാണ്. പിന്നെ വേണമെങ്കിൽ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാമായിരുന്നു, ഒരു സ്ഥാപനം ഇട്ടുകൊടുക്കാമായിരുന്നു, എല്ലാവർക്കും പറയുന്ന പോലെ. പക്ഷെ അതൊക്കെ വിജയിക്കുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല. സർക്കാർ ജോലിയാകുമ്പോൾ അത് കുറേയധികം കാലം ഉണ്ടാകും. അവരുടെ എന്താ പറയുക, ഒരു പീരീഡ് വരെ ആ ഒരു ജോലി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ജോലിയാണ് ഏറ്റവും നല്ലൊരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അടുത്തൊരു കമന്റ് കൂടെ വായിച്ചു നോക്കാം. സർക്കാരിന് അവരെ ഫിനാൻഷ്യലി സഹായിക്കാം, മാനസിക സപ്പോർട്ട് നൽകാം, ജീവിക്കാൻ ഒരു വരുമാന മാർഗം തുറന്നു നൽകാം, അങ്ങനെ എന്തെല്ലാം രീതിയിൽ സഹായിക്കാം. ന്യൂസിൽ ചർച്ച ചെയ്ത വിഷയത്താൽ, അതായത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, ന്യൂസിൽ ചർച്ച ചെയ്ത വിഷയത്താൽ എടുത്തു കൊടുക്കാനുള്ളതല്ല ഗവൺമെന്റ് ജോബ്. ഇമോഷണൽ ഫീലിങ്സിന്റെ പുറത്ത് കൊടുക്കാനാണെങ്കിൽ ആ എക്സാമുകളും സിലബസും എല്ലാം എടുത്ത് കളയണം. അതായത് ഇമോഷണൽസിന്റെ പേരിൽ കൊടുക്കാനാണ് ഒരു സർക്കാർ ജോലിയെങ്കിൽ അത് എടുത്ത് കളയണമെന്ന രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. ന്യൂസിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാകുമ്പോൾ ഗവൺമെന്റ് ജോലി നൽകുക, അതൊന്നും ആരും തന്നെ അംഗീകരിക്കുന്നില്ല. കാരണം ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് വളരെ വലിയ അധ്വാനം എടുക്കുന്ന കുറേയധികം ആളുകളുണ്ട്. രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന PSC കോച്ചിങ്ങിന് കാര്യങ്ങളൊക്കെ പോയിട്ടാണെങ്കിലും ഉറക്കമിണച്ച് പഠിച്ചിരിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രായം കുറേയധികം ആയിട്ടുണ്ടാകും, 30-35 ആയിട്ടും ഇവർ PSCക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാക്കണം. ഒരു വിവാഹം പോലും കഴിച്ചിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ളവരുടെ സങ്കടം കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവർ കഷ്ടപ്പെട്ട് പരീക്ഷയ്ക്ക് എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിലൊക്കെ കയറിയിട്ടുണ്ടാകും. പിന്നീടായിരിക്കും അവിടെ മറ്റെന്തെങ്കിലും സംഭവിക്കുന്നത്. അങ്ങനെ ആ ജോലിയും നഷ്ടപ്പെടും. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഇവർ വന്ന് ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ശ്രുതിക്ക് ജോലി കൊടുത്ത സമയത്ത് ഇങ്ങനെയുള്ള കമന്റുകളാണ് മുഴുവനായിട്ടും വരുന്നത്. ഏതെങ്കിലും അടുത്തൊരു കമന്റ് കൂടെ നോക്കാം. ഉറക്കമില്ലാതെ പഠിച്ച് എഴുതിയവർ നടുറോഡിൽ സമരം ഇരിക്കേണ്ടി വന്നത് ഓർമ്മയിൽ വരുന്നു. എന്താണ് ഈ കുട്ടിക്ക് ജോലി കൊടുത്തതിന്റെ മാനദണ്ഡം? ഉറ്റവർ പോയ ഒരുപാട് ആളുകൾ വഴിവക്കിലുണ്ട്. രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. പറ്റുമോ കൊടുക്കാൻ? ഇതൊക്കെ ജനങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി സഹായിക്കണമെങ്കിൽ എന്തിനാണ് സർക്കാർ ജോലി? ഒരു ബിസിനസ് തുടങ്ങാൻ ലോൺ കൊടുക്കാം, ഫിനാൻഷ്യലി സഹായിക്കാം, കൗൺസിലിംഗ് കൊടുത്ത് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ എത്ര വഴികൾ. ഒറ്റപ്പെട്ടത് കൊണ്ട് സർക്കാർ ജോലി കൊടുക്കാൻ പോയാൽ ഈ നാട്ടിലെ ഉറക്കമൊഴിച്ച് വർഷങ്ങളായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പൊട്ടന്മാരാവും. അപ്പോൾ ഇനി ഞാൻ ഏതായാലും കമന്റുകൾ വായിക്കുന്നില്ല കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ മുഴുവനായിട്ടും ഇങ്ങനെയാണ്. സഹതാപത്തിന്റെ പേരിലൊന്നും ആർക്കും ജോലി കൊടുക്കാൻ പാടില്ല, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, PSC എന്ന് പറയുമ്പോൾ എത്രയധികം ആളുകൾ ഉറക്കമിളച്ചിരുന്ന് പഠിക്കുന്നുണ്ട്, അതാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതിൽ കൂടുതലായിട്ടും പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്, ഇവർക്ക് വേണമെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കാം. അതായത് ശ്രുതിയെ സഹായിക്കണ്ട എന്നിവിടെ ഒരുത്തിനും പറയുന്നില്ല. എല്ലാവരും പറയുന്ന, അവരൊക്കെ ഇടുന്ന കമന്റിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗം ഇതുകൂടെയാണ്. ശ്രുതിയെ സഹായിക്കാം, ബിസിനസ് വേണമെങ്കിൽ തുടങ്ങാൻ വേണ്ടി സഹായിക്കാം, സാമ്പത്തികമായിട്ട് സഹായിക്കാം. പക്ഷേ സർക്കാർ ജോലി, അതാണ് ഇവിടെ പ്രശ്നം. സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന കുറേയധികം ആളുകളുണ്ട്. അവരെ പൊട്ടന്മാരാക്കുന്ന രീതിയിലല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആരുടെ ഭാഗത്ത് നിൽക്കും ഒരു കൺഫ്യൂഷനാണ്.
തീർച്ചയായിട്ടും രണ്ട് ഭാഗത്തും ഇവിടെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ശ്രുതിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ശ്രുതി അവിടെ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ്, ഇനി മുന്നോട്ട് എന്ത് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാകും. കാരണം ഭാവിയിൽ വരുമാനം വേണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചുറ്റിനും ആളുണ്ടെങ്കിൽ ഓക്കെ, അവരുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഭർത്താവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ഇതാരും ഇല്ലല്ലോ, ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകണം, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ഒരു സർക്കാർ ജോലി എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇവരുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇവർക്കൊരു സർക്കാർ ജോലി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരുടെ മനസ്സിലൊരു വേദന ഉണ്ടാകുമെന്നുള്ളതാണ്. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഏതായാലും എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു, ശ്രുതിക്ക് ജോലി അത്യാവശ്യമായിട്ടൊരു കാര്യം തന്നെയാണ്, അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ അത് അവരങ്ങനെ മുന്നോട്ട് പോകട്ടെ, ആ രീതിയിലുള്ള കാര്യം മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. പിന്നെ കഷ്ടപ്പെട്ട് പഠിക്കുന്നവർ, അവർക്കിത് കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാകും, അതിന് നമ്മൾ ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാനും പറ്റത്തില്ല. ശ്രുതിയെ വേണമെങ്കിൽ മറ്റു പല രീതിയിലും സഹായിക്കാമായിരുന്നു, സാമ്പത്തികമായിട്ടാണെങ്കിലും അങ്ങനെ പല രീതിയിൽ സഹായിക്കാമായിരുന്നു. പക്ഷേ എത്ര കാലമെന്ന് വെച്ചിട്ട് സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഒരു 5-10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാലും അതുകൊണ്ട് ജീവിതം മുഴുവനാവത്തില്ലല്ലോ. ദൈവം എത്രത്തോളം ആയുസ് നൽകിയിട്ടുണ്ടോ അത്രയും ജീവിച്ച് തീർക്കണം, അതിനൊക്കെ നല്ല ചിലവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എത്രയും കുറച്ച് സാമ്പത്തിക സഹായങ്ങൾ നൽകിയത് കൊണ്ട് ഒന്നും തന്നെ ആകത്തില്ല. പിന്നെ പലരും പറയുന്നുണ്ട്, അതായത് ഒരു സ്ഥാപനം തുടങ്ങാനുള്ള കാര്യങ്ങൾ അതൊക്കെ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതും ഒരു സംശയമാണ്. കാരണം ചുറ്റിനും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മളൊന്ന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് നിൽക്കാനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും. പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ ഇവർ തളർന്നു പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ തുടങ്ങുകയാണെങ്കിലും അതൊക്കെ മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ളൊരു സംശയം കൂടെ ഇവിടെ വരും. സർക്കാർ ജോലി അത് ശ്രുതിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം തന്നെയാണ്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അതും ഒരു വേദനയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.